RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 33 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ പോക്ക് എങ്ങോട്ടാണ്, അതിൽ ആരൊക്കെയാണ് ചാമ്പ്യൻസ് ലീഗ് യോഗ്യന്നത്, അതേപോലെ തന്നെ ആരൊക്കെയാണ് യൂറോപ്പ ലീഗ് യോഗ്യന്നത്, അതൊക്കെ ആരൊക്കെയാണ് റെലഗേഷൻ സോണിലേക്ക് വഴുതി വീഴുക, ആരായിരിക്കും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ടൈറ്റിൽ അടിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോ വളരെ നിർണായകമായ ഒരു ടൈറ്റിൽ റേസിലേക്കുള്ള ഒരു മത്സരമായിരുന്നു ഇന്നലെ രാത്രി കഴിഞ്ഞത്. മാഞ്ചസ്റ്റർ സിറ്റി വിസസ് ആഴ്സണൽ. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ, ഇത്തിഹാദിൽ വെച്ച് നടന്ന മത്സരത്തിൽ പെപ്പിന്റെ പിള്ളേരും ആർട്ടറ്റയുടെ പിള്ളേരിനെ പരാജയപ്പെടുത്തിയിട്ട് ടൈറ്റിൽ റേസിലേക്ക്, കോമ്പറ്റീഷനിലേക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് വരിക എന്ന് പറയില്ലേ, അങ്ങനെ ആ ഒരു സ്ട്രോങ് ആയിട്ട് എത്തുക എന്ന് പറഞ്ഞാൽ ഈ അവസാനം ഈ 265 ദിവസങ്ങൾ ഈ ടേബിളിന്റെ തലപ്പത്തിരുന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തില്, അതും ലീഗ് അവസാനിക്കാൻ വിരലെണ്ണാവുന്ന 5-6 മത്സരങ്ങൾ ബാക്കി നിൽക്കെ ആർട്ടറ്റയ്ക്ക് കാലറി തുടങ്ങിയത് ഡൗട്ട്. ഇവര് സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, 2023, 24, 25 സീസണുകളിലൊക്കെ അവര് സെക്കൻഡ് പ്ലേസിൽ ഇങ്ങനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സെക്കൻഡ് പ്ലേസ് റണ്ണറപ്പുകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ കളിയെ കുറിച്ചൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ പോയി കാണാം. പിന്നെ എന്താ ഇനി ടൈറ്റിലേക്ക് ഉള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം, ആരായിരിക്കും ഈ സീസണിൽ ടൈറ്റ് അടിക്കുക എന്നുള്ളത് ഒന്ന് നിങ്ങൾ അതിന്റെ കാരണ സഹിതം നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. നമുക്ക് ആദ്യം തന്നെ ടൈറ്റിൽ റേസിലേക്ക് വരാം. ടൈറ്റിൽ റേസിൽ ഈ സീസണിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും തലപ്പത്ത് ആഴ്സണൽ തന്നെയാണ്. എന്താണെന്ന് പറഞ്ഞാൽ 33 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 70 പോയിന്റുമായിട്ട് അവർ തലപ്പത്ത് തന്നെയാണ് ഉള്ളത്. പക്ഷെ മാഞ്ചസ്റ്റർ സിറ്റി 32 മത്സരങ്ങൾ ആഴ്സണലിനെക്കാളും ഒരു മത്സരം കുറവാണ് കളിച്ചിട്ടുള്ളത്. കാര്യമാണ് അവർക്ക് അടുത്തൊരു മത്സരം കളിച്ച് അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ, അടുത്ത ബേർലി ആയിട്ടുള്ള മത്സരമാണ്, ബേർലിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നത്. ആ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ 33 മത്സരങ്ങളിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും 70 പോയിന്റ് പങ്കിടാണ്. ഗോൾ ശരാശരി നോക്കുകയാണെങ്കിൽ ഒരൊറ്റ പോയിന്റിന് 36-37, ഒരൊറ്റ പ്ലസിൽ ഗോൾ ശരാശരിയിൽ അവരാണ് ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ സീസണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ്. ഇനിയുള്ള 6 മത്സരങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റി ജയിക്കും, അതേപോലെ 5 മത്സരങ്ങൾ ആഴ്സണൽ ജയിക്കുകയാണെങ്കിൽ, എങ്ങനെയാണെന്നും ജയിക്കൂല ആരെങ്കിലും ഒരാൾക്കാർ, എന്റെ അഭിപ്രായത്തിൽ 2 ടീം ഓരോ മത്സരങ്ങൾ സമനില തോൽവി അനുഭവിക്കും. അതിൽ ആരാണ് തോൽക്കുന്നത്, ആരാണ് സമനില ആവുന്നത് അനുസരിച്ചായിരിക്കും ഈ സീസണിൽ ടൈറ്റിൽ റേസ് വരിക എന്നാണ് എന്റെ ഒരു മനസ്സ് പറയുന്നത്. അത് ആർക്കും ആവാം. ആഴ്സണൽ ഫാൻസ് നിരാശപ്പെടേണ്ട. ഇപ്പൊ തന്നെ ചിലവര് എന്താ പറഞ്ഞാൽ അങ്ങോട്ട് പറയാനില്ലെങ്കിലും അവർ പറയുന്നുണ്ട് ഞങ്ങൾ കപ്പടിക്കുന്നത്, ആത്മവിശ്വാസം ഇല്ലെങ്കിലും ഞങ്ങൾ കപ്പടിക്കുന്നു പറയുന്നുണ്ട് ആഴ്സണൽ ഫാൻസ്. ചിലവര് വിട്ടു. ഇപ്പൊ തന്നെ കുറെ യൂട്യൂബിലൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്, നമ്മൾ ആഴ്സണലിന്റെ ആ ഒരു ചാനലിലുള്ള കുറെ പേരൊക്കെ നമ്മൾ പറയുന്ന വീഡിയോ കേട്ടു, ഞങ്ങള് വിട്ടു, ഈ സീസണിലൊന്നും ആർട്ടറ്റയെ കൊണ്ട് നടക്കൂലെന്ന്. ആർട്ടറ്റയെ കൊണ്ട് നടക്കൂലെന്ന് അവരെന്നെ പറയണം എപ്പോഴും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കുറെ സീസണായി ഇങ്ങനെ കപ്പില്ലാതെ ഇങ്ങനെ പോകണം. ആഴ്സണൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇത്രയും വിരോധികൾ ആഴ്സണലിൽ നിന്ന് എനിക്കൊരു പിടി കിട്ടുന്നില്ല. അവർ അടിക്കട്ടെ ഒരു ട്രോഫി, അവർക്ക് ആഗ്രഹം ഉണ്ടാവുന്നില്ല. അവരും ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അവർ നല്ലൊരു കോച്ചിനെ കൊണ്ടുവരുന്ന, ഒരുപാട് പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്. അവരുടെ ഫാൻസിനും ഉണ്ടാവില്ലേ ഒരു കപ്പടിക്കണമെന്ന്? എന്താ പറയുക, അത് ഒരുപാട് കാലം അങ്ങനെ ഇങ്ങനെ കപ്പില്ല എന്ന് ഇങ്ങനെ കേട്ട് അങ്ങനെ ഉള്ളൊരു ഫാനാണ് ഞാൻ, അർജന്റീനയുടെ ഫാൻ. അവസാനം ഞങ്ങൾക്കും കിട്ടി ഈ ഒരു കപ്പ്, വേൾഡ് കപ്പും അതേപോലെ കോപ്പ അമേരിക്ക കിട്ടി. അങ്ങനെ അതിന്റെ വേദന നന്നായിട്ട് അറിയാം. പിന്നെ ഇവരുടെ ഫാൻസിന്റെ കുറെ പ്രശ്നങ്ങളും അതിൽ ഉണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കപ്പില്ലാതെ തന്നെ അവര് വിന്നിങ് സ്ട്രൈക്കും അതും ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ എവിടെയാണ്. അപ്പൊ കപ്പും കൂടി കിട്ടിയുള്ള ഒരു അവസ്ഥ നോക്ക്. ഈ സീസണിൽ ട്രിപ്പിൾ അടിക്കുന്ന പറഞ്ഞാൽ ഇപ്പോ ട്രിപ്പിൾ പോയിട്ട് ഒരു ട്രോഫി കിട്ടുമെന്നുള്ള ഘട്ടത്തിലാണ്. ഇപ്പൊ കർബാവോ കപ്പ് പോയി, അതേപോലെ തന്നെ FA കപ്പ് പുറത്തായി. അപ്പൊ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അവസാന മത്സരത്തിൽ സിറ്റി ആയിട്ട് നല്ല കിടിലൻ മത്സരമാണ്. നല്ല മത്സരമല്ല എന്നല്ല പറഞ്ഞ, ആവശ്യം നല്ല കർബാവോ കപ്പിൽ നടന്ന പോലെ ഏകപക്ഷീയമായിട്ടൊന്നുമല്ല, നല്ലതായിട്ട് പൊരുത്തിട്ടുണ്ട്. തോറ്റ് ഒരു 3 ബോളൊക്കെയാണ് ബാല് തട്ടിപ്പോയത്. ആ സിറ്റിക്കും ഉണ്ടായിരുന്നു 1-2 ബോളൊക്കെ ബാല് തട്ടിപ്പോയത്, പക്ഷെ നന്നായിട്ട് പൊരുതി. അവസാനമൊക്കെ ഒരു സമനില ഗോളിന് വേണ്ടി ഒരു ഭയങ്കരമായിട്ട്, പക്ഷെ ആ ഒരു വിന്നിങ് മെന്റാലിറ്റി എന്ന് പറയുന്ന സാധനം അത് ആർട്ടറ്റയ്ക്ക് പിള്ളേർക്കും ഇല്ല എന്നുള്ള കാര്യമാണ്. നമ്മള് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഭണ്ഡാരിമാരുണ്ടല്ലോ, ഈ കല്യാണപ്പുരയിലൊക്കെ പാചകം വെക്കാൻ വരുന്ന ഭണ്ഡാരിമാര്, ഇവർക്ക് ശിഷ്യന്മാരുണ്ടാവും. ഇവര് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാ. പക്ഷെ ശിഷ്യന്മാര് കുറച്ച് പണിയൊക്കെ പഠിച്ച് വേറെ അവിടെയൊക്കെ ബിരിയാണി വെക്കുമ്പോൾ മുമ്പ് പറയും, ഇന്ന ആള് വെച്ച പോലെ ആയില്ലല്ലോ ഈ ബിരിയാണി, ആളുടെ ആ ഒരു ബുദ്ധി വന്നില്ല. ആളുടെ കൂടെ പണിയെടുത്താന്നൊക്കെ ശരിയാണ്, പക്ഷെ ആളുടെ ഒരു ഹൈലൈറ്റ് സാധനം ഉണ്ടാവും, മാസ്റ്റർ പീസ് സാധനം ഉണ്ടാവും. അത് എല്ലാ ശിഷ്യന്മാർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നില്ല. ആ ഒരു കൈപുണ്യം അതുണ്ടല്ലോ, അത് ആ ഒരു സാധനം അല്ലെങ്കിൽ അവരുടെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുണ്ടാവും. അതങ്ങനെ പെട്ടെന്ന് പറഞ്ഞു, ചിലപ്പോ അരിയുടെയും അതേപോലെ ചിക്കന്റെ ഒക്കെ വേവും അങ്ങനെ പെട്ടെന്ന് ഇടുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുക്കില്ല.
അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ പെപ്പ് വിട്ടതാണ് ഈ ആർട്ടറ്റയെ. അവിടെയാണ് ആർട്ടറ്റയ്ക്ക് പഠിച്ചത്. ആർട്ടറ്റ എല്ലാം പഠിച്ചു. ഒരു ടീമിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം, ടീമിനെ വിന്നിങ് എങ്ങനെയാണ് ഒരു ലീഗിൽ കളിപ്പിക്കുക, അതേപോലെ അവർക്ക് പറ്റാവുന്ന പ്ലേയേഴ്സിനെയൊക്കെ സൈൻ ചെയ്യാനും എല്ലാം കൊണ്ടും ഒരു ഉത്തരത്തോടെ കളിപ്പിക്കാനും ലീഗ് തുടങ്ങിയ മുതൽ ഫസ്റ്റ് പൊസിഷനിൽ ഇങ്ങനെ നിൽക്കാനും പഠിപ്പിച്ചു. പക്ഷെ അവസാനം എങ്ങനെയാണ് ആ ഒരു ഓവർലാപ്പ് ചെയ്തിട്ട് ആ ഒരു ഫിനിഷിംഗ് ലൈനിൽ ആ ഒരു ഫിനിഷ് ചെയ്യാന്നല്ല, അത് മാത്രം പഠിപ്പിച്ചില്ല. 2 ഫ്ലൈറ്റുകൾ ഇത്തിഹാദും എമിറേറ്റ്സ് ആണ്, 2 ഫ്ലൈറ്റുകൾ ഇങ്ങനെ ഫ്ലൈ ഓവറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തിഹാദ് ഇങ്ങനെ ബാക്കിൽ തന്നെയാണ് കുറെ കാലമായിട്ട്. ഈ ലീഗ് തുടങ്ങിയപ്പോൾ കുറേ ആയിട്ട് 9 പോയിന്റ് 10 പോയിന്റ്. അപ്പൊ എമിറേറ്റ്സ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എമിറേറ്റ്സിന് ഒരു ബ്രേക്ക് ഡൗൺ വരികയാണ്. എന്താ പറയുക, ഇത്തിഹാദിന് കാണാൻ തുടങ്ങി. ഇങ്ങനെ പറന്നു പോകുമ്പോൾ ഇത്തിഹാദ് ഇങ്ങനെ വരുന്ന പോലെ കാണാൻ തുടങ്ങിയപ്പോൾ എമിറേറ്റ്സിന് മൊത്തത്തിൽ പണിപാളിയ ഒരു അവസ്ഥയായി. ആ ഒരു അവസ്ഥയിൽ ഇനിയുള്ള 6 മത്സരങ്ങളിൽ 5 മത്സരങ്ങളാണ് ആഴ്സണലുള്ളത്. ബാക്കി 5 മത്സരങ്ങളിൽ 5ഉം ജയിക്കുകയാണെങ്കിലും പോരാ, സിറ്റിയുടെ തോൽവിക്കും അതേപോലെ സമനിലയ്ക്കും വേണ്ടി കാത്തിരിക്കണം. അപ്പൊ എന്തായാലും ഈ സീസണിൽ എന്തായാലും എന്റെ അഭിപ്രായത്തിൽ തീപ്പാറും. ആഴ്സണൽ സംബന്ധിച്ചിടത്തോളം ഇനി 5 കളി അവർക്കുള്ളൂ. ഒരു കളി കുറവാന്നുള്ള കാര്യമാണ്. എന്താ 5 കളി ജയിച്ചാൽ മതി. പക്ഷെ സിറ്റിക്ക് 6 കളിയുണ്ട്. പക്ഷെ 5 കളി ജയിച്ചാൽ മാത്രം പോരാ, സിറ്റിയുടെ ഒരു തോൽവിയോ സമനിലയ്ക്കോ വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഗോളുകൾ അടിച്ചുകൂട്ടാൻ ഇനിയുള്ള മത്സരങ്ങൾ അതാണ് ഇമ്പോർട്ടന്റ്. പരമാവധി ഗോളുകൾ വഴങ്ങാതിരിക്കുക, പരമാവധി ഗോളുകൾ അടിച്ചുകൂട്ടുക. ബാക്കി ഈ ഗോൾ ശരാശരിയൊക്കെ സമനിലയായി കഴിഞ്ഞാൽ സിറ്റിയും ആഴ്സണലും തമ്മിലുള്ള ആ ഒരു ഹെഡ് ടു ഹെഡ് അതിൽ സിറ്റിക്കായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ അവരടിച്ച ഗോളുകൾ അതിലേക്ക് സിറ്റിക്കാണ് കൂടുതൽ ചാൻസ് ഉള്ളത് കപ്പടിക്കാനുള്ളത്. അപ്പൊ എന്തായാലും ആഴ്സണല് ഇനിയുള്ള മത്സരങ്ങളിൽ ആ വിന്നിങ് മെന്റാലിറ്റി എടുത്തങ്ങോട്ട് പ്രയോഗിച്ചില്ലെങ്കിൽ പെപ്പും പിള്ളേരും കൂടി ഇപ്രാവശ്യം നിങ്ങളുടെ കാഴ്ചക്കാരാക്കിയിട്ട് കൊണ്ടുപോകും കപ്പ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ആണോ അതോ ആഴ്സണലാണോ കപ്പടിക്കാൻ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എന്തുകൊണ്ടാണ് ആഴ്സണലിൽ ഇങ്ങനെ ഒരു സംഭവം, എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അഭിപ്രായം തന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇനിയുള്ള മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആഴ്സണൽ ന്യൂകാസിൽ ഹോമായിട്ട് മത്സരം വരുന്നുണ്ട്, ഫുൾഹാം അതും ഹോം മത്സരമാണ്, വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആയിട്ട് എവേ മത്സരം വരുന്നുണ്ട്, അതേപോലെ തന്നെ ബേൺലി ആയിട്ട് ഒരു ഹോം മത്സരം വരുന്നുണ്ട്, ക്രിസ്റ്റൽ പാലസ് ആയിട്ട് അവസാന മത്സരം ഒരു എവേ ഉണ്ട്, അതൊരു നിർണായക മത്സരമായിരിക്കും വിചാരിക്കുന്നു. അതേപോലെ തന്നെ ന്യൂകാസിലും ഗംഭീര ഫോമില കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ന്യൂകാസിലിനെ പരാജയപ്പെടുത്താതെ ഹോം മത്സരമാണെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ഇപ്പോൾ അവസാന മത്സരങ്ങൾ നോക്കി കഴിഞ്ഞാൽ എമിറേറ്റ്സ് ഹോം എന്നൊന്നും ആഴ്സണലിന് ഒരു പ്രശ്നമല്ല. ഏത് മത്സരത്തിലും സമനിലയും തോൽവിയൊക്കെ ഏറ്റുവാങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുന്നവർ. പക്ഷെ അവസാനം സിറ്റി എടുത്തെടുത്ത കളി ഇനി കളിക്കുകയാണെങ്കിൽ അവർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ. മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ബേൺലി ആയിട്ട് എവേ മത്സരമാണ്. ബേൺലി ഓൾറെഡി റിലേഗേഷൻ സോണിൽ കിടക്കുന്ന ടീമാണ്. അവരെന്തായാലും സിറ്റി തരിപ്പണാക്കി തന്നെ ആ ഒരു സമനില ഒരു 70 പോയിന്റിലേക്ക് എത്തുന്ന അറിയാം. എവർട്ടനാണ് അടുത്ത, അതും എവേ മത്സരമാണ്. എവർട്ടനായിട്ട് കുറച്ച് എന്തായാലും കടുകട്ടി മത്സരമാണ്. അതിനുശേഷം ബേൺഫോർഡ് ആയിട്ട് ഹോം മത്സരമുണ്ട്, ബോൺമൗത്ത് ആയിട്ട് എവേ മത്സരമുണ്ട്, ക്രിസ്റ്റൽ പാലസ് ആയിട്ട് ഒരു ഹോം മത്സരം വരുന്നുണ്ട്, ആസ്റ്റൺ വില്ല ആയിട്ട് ഒരു ഹോം മത്സരം വരുന്നുണ്ട്. സിറ്റിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ക്രിസ്റ്റൽ പാലസ് ഉണ്ട്, ആസ്റ്റൺ വില്ലയുണ്ട്, അവസാനം നല്ലൊരു ടൈറ്റ് ആണ്. അപ്പോൾ ആ ഒരു മത്സരം കഴിഞ്ഞാലായിരിക്കും എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ആ 2 മത്സരങ്ങളും അത് രണ്ടും ഹോമാന്നുള്ള ഒരു അഡ്വാൻറ്റേജ് സിറ്റിക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്കപ്പോൾ ഇനി ടേബിളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത അടുത്ത സീസണിൽ നേടാൻ ചാൻസ് ഉള്ള ടീമുകൾ, അതേപോലെ യൂറോപ്പ ലീഗ്, അതേപോലെ നമ്മുടെ റിലേഗേഷൻ സോണിലേക്ക് വീണു പോകുന്ന ടീമുകൾ, അതിൽ എടുത്ത് പറയേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആഴ്സണലിന്റെ ആദ്യം ടേബിൾ ടോപ്പിൽ നിൽക്കുന്നത് 33 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 70 പോയിന്റുമായിട്ട് 1ാം സ്ഥാനത്തുള്ളത്. 2ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റിയാണ് 32 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 67 പോയിന്റുമായിട്ട് സിറ്റി 2ാം സ്ഥാനത്ത്. 33 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 58 പോയിന്റുമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. യുണൈറ്റഡ് എവിടെ കിടക്കേണ്ടതെന്ന് മൈക്കൽ കാരിക് എന്ന് പറയുന്ന ആ ചെകുത്താന്മാർക്ക് ഒരു പുതിയ കോച്ചിനെ കിട്ടി. താൽക്കാലിക കോച്ചായിട്ട് വന്നാണ്, പക്ഷെ ചങ്ങായി വന്ന ശേഷമാണ് 6ഉം 7ാം സ്ഥാനത്ത് കിടക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഒരു വിന്നിംഗ് സ്ട്രിക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചങ്ങായിയുടെ മുടി വെട്ടാൻ ഇതുവരെ ആയിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇടയ്ക്ക് ഒരു തോൽവിയും പരാജയിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പഴയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ല. അത് അവസാനം നടന്ന ചെൽസി മത്സരത്തിൽ അവർ തെളിയിച്ചിട്ടുണ്ട്. അവരപ്പോ ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയ്ക്ക് വേണ്ടി ഇങ്ങനെ ടോപ്പിലെത്തി നിൽക്കുകയാണ്. ആസ്റ്റൺ വില്ലയ്ക്കായിരുന്നു 2-3 സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് ഇപ്പോൾ താഴെ ഇറങ്ങി. 4ാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ലയാണ് 33 മത്സരം കംപ്ലീറ്റ് ചെയ്തപ്പോൾ 58 പോയിന്റ്, ഇതേ സെയിം പോയിന്റ് ആണ്. പക്ഷെ ഗോൾ ശരാശരിയിലാണ് അവിടെ ഒരു സ്ഥാനത്ത് ഗോളിൽ നിൽക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. 5ാം സ്ഥാനത്തുള്ള ലിവർപൂൾ ആണ് 33 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 55 പോയിന്റുമായിട്ടാണ്. അവസാനം നടന്ന എവർട്ടൺ മത്സരത്തിൽ അവസാന 90 മിനിറ്റിൽ വാൻ ടാക്കിന്റെ ഒരു കിടിലൻ ഹെഡർ ഗോളിലൂടെയാണ് അവർ ആ ഒരു 3 പോയിന്റ് കരസ്ഥമാക്കിയത്. 6ാം സ്ഥാനത്താണ്. അപ്പൊ 5 സ്ഥാനം വരെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടാം. അപ്പോൾ ഈ ഒരു 5 ടീമുകളാണ് അവിടെ നിൽക്കുന്നത്. ഇതിൽ ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചെൽസിക്കും അതേപോലെ ബേൺഫോർഡിനും ബോൺമൗത്തിനൊക്കെ ചാൻസുകൾ ഉണ്ട്. പക്ഷെ അവര് നന്നായിട്ട് പരിശ്രമിക്കേണ്ട കാര്യമുണ്ട്. 6ാം സ്ഥാനത്ത് ചെൽസിയുള്ള 33 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 48 പോയിന്റ് ആണ്. 48 പോയിന്റ് പറഞ്ഞാൽ 7 പോയിന്റ് ഗ്യാപ്പ് ഉണ്ട്. ഇനി വളരെ
വളരെ വളരെ കുറച്ച് മത്സരങ്ങൾ, 5 മത്സരങ്ങളേ ഉള്ളൂ ഇവർക്കൊക്കെ കളിക്കാൻ. അതിൽ എത്രമാത്രം ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയ്ക്ക് വേണ്ടിയിട്ട് പോരാടാൻ വേണ്ടി ചെൽസിയും ബേൺഫോർഡ് 7ാം സ്ഥാനത്തുള്ളത് 33 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 48 പോയിന്റുമായിട്ട്. ബോൺമൗത്ത് ഉണ്ട് 33 മത്സരങ്ങളിൽ നിന്ന് 48 പോയിന്റുമായിട്ട്. അങ്ങനെ 3 ടീമുകൾ 48 പോയിന്റ് ആയിട്ട് നിൽക്കുന്നത്. 47 പോയിന്റിൽ 2 ടീമുകളുണ്ട്, ബ്രൈറ്റണും അതേപോലെ എവർട്ടണും. അതേപോലെ സണ്ടർലാൻഡ് 46 പോയിന്റാണ് 11ാം സ്ഥാനത്തുള്ളത്. ഫുൾഹാം നോക്കുകയാണെങ്കിൽ 45 പോയിന്റാണ് 12ാം സ്ഥാനത്തുള്ളത്. ക്രിസ്റ്റൽ പാലസ് ഉണ്ട് 43 പോയിന്റുമായിട്ട്. ന്യൂകാസിൽ യുണൈറ്റഡ് ഉണ്ട് 42 പോയിന്റുമായിട്ട്. അപ്പൊ ഇവർക്ക് ആർക്ക് വേണമെങ്കിൽ യൂറോപ്പ ലീഗ് നേടാം. പറ്റുകയാണെങ്കിൽ ഒരു ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോൾ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടി നേടാൻ പറ്റും ഈ ഒരു 12-13 സ്ഥാനം വരെ ഉള്ളവർക്കൊക്കെ. റിലേഗേഷൻ സോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ വോൾസ് ആണ് ഏറ്റവും അവസാനം കിടക്കുന്നത്. 33 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെറും 17 പോയിന്റ് മാത്രമായിട്ടാണ്. അതേപോലെ ബേൺലി 33 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 20 പോയിന്റുമായിട്ട്. ഇവർ രണ്ടാളും എന്തായാലും ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല. എടുത്തു പറയേണ്ട കാര്യം എന്താണ് സ്പേഴ്സിന്റെയാണ്. സ്പേഴ്സ് ടോട്ടൻഹാം ഹോട്ട്സ്പർ എവിടേക്കാണ് പോകാന്ന് ഒരു കിട്ടിയില്ല. 33 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 31 പോയിന്റുമായിട്ട് റിലേഗേഷൻ സോണിലാണ് ഇപ്പൊ നിൽക്കുന്നത് 18ാം സ്ഥാനത്ത്. ഇനി 17ാം സ്ഥാനത്ത് വെസ്റ്റ് ഹാം യുണൈറ്റഡ് ഉണ്ട് 33 പോയിന്റുമായിട്ട്. നത്തിങ്ഹാം ഫോറസ്റ്റ് ഉണ്ട് 36 പോയിന്റുമായിട്ട്. ലീഡ്സ് യുണൈറ്റഡ് എങ്ങനെയൊക്കെ അവസാനം അവർ കുറച്ച് കളിയൊക്കെ വിജയിച്ചിട്ട് 39 പോയിന്റുമായിട്ട് അവരെന്തായാലും വീടാൻ ചാൻസ് കുറവാണ്. ഒന്നില്ലെങ്കിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡ്, അല്ലെങ്കിൽ നത്തിങ്ഹാം ഫോറസ്റ്റ്, അല്ലെങ്കിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ. ഈ 3 ടീമിൽ ഏതെങ്കിലും ഒരു ടീമായിരിക്കും. കൂടുതലും ഈ പോക്ക് പോവാണെങ്കിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ അവസാന മത്സരത്തിലും അവർ വിജയിച്ച കളിയായിരുന്നു. അവസാന സെക്കൻഡിൽ ഗോൾ വീണിട്ട് അവർ സമനില വഴങ്ങായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവസാനം 33ാം റൗണ്ട് മത്സരത്തിൽ നടന്ന കളികളെ കുറിച്ച് നമുക്ക് നോക്കിയാലോ. 33ാം റൗണ്ടിൽ ആദ്യ മത്സരം നടന്നത് ബേൺഫോർഡും ഫുൾഹാമും തമ്മിലാണ്. ബേൺഫോർഡിന്റെ ഹോം ഗ്രൗണ്ട് വെച്ച് നടന്നതിൽ 0-0 എന്നതിൽ സമനിലയിൽ അവർ പിരിഞ്ഞു. അതേപോലെ അടുത്ത മത്സരം നോക്കാൻ ലീഡ്സ് യുണൈറ്റഡ് വോൾസിനെ 3-0 പരാജയപ്പെടുത്തി. വോൾസിന്റെ എഫ്എ മത്സരമായിരുന്നു. അടുത്ത മത്സരം നോക്കാൻ ന്യൂകാസിൽ യുണൈറ്റഡ് അവരുടെ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ 2-1 പരാജയപ്പെട്ടു. AFC ബോൺമൗത്തിന്റെ കൂടെ 2-1 പരാജയപ്പെട്ടു. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ വിസസ് ബ്രൈറ്റൺ 2-2 സമനില. ആ മത്സരമായിരുന്നു അവസാന നിമിഷം വരെ 2-1 ജയിച്ചെന്ന ടോട്ടൻഹാം ഹോട്ട്സ്പർ ആയിരുന്നു. അവസാന മിനിറ്റിൽ അവർ സമനില ഗോൾ നേടി. അതോടുകൂടിയിട്ട് വീണ്ടും റിലേഗേഷൻ സോണിൽ ഒന്നുകൂടെ അരക്കെട്ട് ഉറപ്പിക്കണം അവർ. മത്സരം നോക്കുകയാണെങ്കിൽ ചെൽസിയുടെ ഹോം ഗ്രൗണ്ടായ ബ്രിഡ്ജിൽ വന്നിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചുവന്ന ചെകുത്താന്മാര് 1-0 പോയിന്റ് സ്വന്തമാക്കാന്ന് വിചാരിച്ചു. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പഴയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ല. മൈക്കൽ കാരിക്കിന്റെയും ബെർണാണ്ടോ സിൽവന്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ബെർണാണ്ടോ സിൽവ ഈ സീസണിൽ 19 അസിസ്റ്റോളായി. ചങ്ങായിന് 2 അസിസ്റ്റോ 21 അസിസ്റ്റാണ് തോന്നുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോപ്പ് അസിസ്റ്റിൽ നിൽക്കുന്നത്. അത് റെക്കോർഡ് തകർക്കാനുള്ള അമ്മാതിരി പ്രകടനമാണ്. അത് കുറെ മത്സരങ്ങൾ പരിക്കുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ. എന്നിട്ടാണ് ഇമാതിരി പ്രകടനം. അപ്പോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗിന് ഏകദേശം യോഗ്യത ഉറപ്പിച്ചിരിക്കുകയാണ്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ആസ്റ്റൺ വില്ല വിസസ് സണ്ടർലാൻഡ്. ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏറ്റവും ഗംഭീരമായ ഒരു സിനിമാറ്റിക് ത്രില്ലർ മത്സരം നടന്നൊരു മത്സരമാണ്. എന്താ പറയുക, 4-3 7 ഗോളുകളാണ് പിടിഞ്ഞത്. 4-3 7 ഗോളുകൾ പറഞ്ഞപ്പോ ആസ്റ്റൺ വില്ലയുടെ ഹോം ഗ്രൗണ്ട് വെച്ച് നടന്ന മത്സരത്തിൽ 4-3 വിജയമാണ് ആസ്റ്റൺ വില്ല സ്വന്തമാക്കിയത്. 80ാം മിനിറ്റ് വരെ 3-1 വിജയിച്ചെന്നാണ് ആസ്റ്റൺ വില്ല. 2 ഗോളുകളാണ് അവസാന നിമിഷം നോക്കി കഴിഞ്ഞാൽ ആസ്റ്റൺ വില്ലയുടെ ഡിഫൻസിന്റെ അത്രയും ഓട്ടായിരുന്നു എന്ന് തന്നെ പറയാം. അവർ ടയർഡാണ്, എന്താ സംഭവിച്ചെന്ന് അറിയില്ല. അങ്ങനെ സമനിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന 90+ മിനിറ്റ്സിൽ ആസ്റ്റൺ വില്ലയുടെ വിജയ ഗോൾ നേടും. പിന്നെയും ഒരുപാട് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവസാനം എമി മാർട്ടിനസിന്റെ ഒരു സിംഗിൾ ഹാൻഡ് കൊണ്ടൊരു സേവ് ഉണ്ട്. അവരുടെ സണ്ടർലാൻഡിന്റെ ഒരു പ്ലെയറും ആസ്റ്റൺ വില്ലയുടെ ഗോൾ കീപ്പറായ എമി മാർട്ടിനസ് മാത്രമല്ല, ജസ്റ്റ് ഒരു കൈ കൊണ്ട് സേവ് ചെയ്യുന്നത്. വേൾഡ് കപ്പിൽ ആ കാലുകൊണ്ട് സേവ് ചെയ്ത പോലെ ആ ഒരു സേവ്. അല്ലെങ്കിൽ 4-4 സമനില ആവേണ്ടതാണ്. കിടിലൻ മത്സരമായിരുന്നു. ഒരു രക്ഷയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം പ്രത്യേകമായിട്ട് തീപ്പാറിയ ഒരു പോരാട്ടമായിരുന്നു. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ എവർട്ടൺ വിസസ് ലിവർപൂൾ. 2-1 ലിവർപൂൾ എവർട്ടന്റെ ഡെർബിയിൽ എവർട്ടനെ പരാജയപ്പെടുത്തിയിരിക്കുക. അതും വാൻഡേക്കിന്റെ 90+ അവസാന മിനിറ്റിൽ ഒരു കിടിലൻ ഹെഡറിലൂടെ അവര് വിജയിക്കുകയാണ്. 2 ടീമുകൾക്ക് നല്ല നല്ല അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഗോളാക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ തന്നെ എല്ലാവരും മുറ്റുനോക്കിയ ഒരു മത്സരമായിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഒരു ഫൈനലിന് എന്ന് തന്നെ പറയാം. മാഞ്ചസ്റ്റർ സിറ്റി വിസസ് ആഴ്സണൽ 2-1 മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചു. ആ കളിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ മുന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആ ഒരു ടൈറ്റിൽ റേസ്. ലാസ്റ്റ് മത്സരം ക്രിസ്റ്റൽ പാലസ് വിസസ് വെസ്റ്റ് ഹാം യുണൈറ്റഡ്. അതായിരുന്നു ലാസ്റ്റ് നടന്ന മത്സരം. 0-0 സമനില അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ച ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്നത്. അപ്പോൾ ഇനി വരും മത്സരങ്ങൾ വളരെ കുറച്ച് മത്സരങ്ങൾ, 5 മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴേക്കും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ കാര്യങ്ങളൊക്കെ തീരുമാനമാക്കാം. അതിൻ്റെ ഇടയിൽ ആഴ്സണലിൽ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ വരുന്നുണ്ട്. അതേപോലെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് നോക്കുകയാണെങ്കിൽ FA കപ്പ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും രണ്ടുപേരും കപ്പുകൾ അടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളെ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശുഭദിനം.